അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ ഒരു വർഷക്കാലത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ സീനിയർ ടീച്ചറായ ഷൈല ടീച്ചറാണ്. ഷൈല ടീച്ചറെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ വേദിയിൽ വന്നിരുന്നിട്ടില്ല വിദ്യ ടീച്ചറെ ഔദ്യോഗികമായി നന്ദി പറയാനായി ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രീമതി വിദ്യ ടീച്ചറെയാണ്. വിദ്യ ടീച്ചർ അവിടെ തിരക്കിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഔപചാരികമായി വിദ്യ ടീച്ചറെ നന്ദി പറയാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള അധ്യാപക പ്രതിനിധി ശ്രീമതി വിദ്യ ടീച്ചറെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികള്, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികള്, മാതാപിതാക്കള്, ഗുരുജനങ്ങള്, പ്രിയപ്പെട്ട നാട്ടുകാര്, പൂർവ്വ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ പൂർവ്വ അധ്യാപകരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർക്കെല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കാര്യം കൂടി എനിക്കിവിടെ നിന്ന് ചെറിയൊരു കാര്യം രണ്ടു വാക്കിലും കൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിദ്യാലയം വളരെ ചെറിയൊരു വിദ്യാലയമാണ്. അഹങ്കരിക്കാനൊന്നുമില്ല. കുറച്ച് കുട്ടികളെ പഠിക്കുന്നുള്ളൂ. ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഭൗതിക സാഹചര്യങ്ങളൊന്നും അത്ര നല്ല നിലയിൽ ആയിരുന്നില്ല. ഇപ്പോഴും മുഴുവനായി എന്നൊന്നും പറയാറായിട്ടില്ല. എങ്കിലും ഒരു 67-68 കാലഘട്ടത്തില് പഠിച്ചിരുന്ന ഒരു ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ ജൂലൈ 6-ാം തീയതി ഇവിടെ നടന്നിരുന്നു. അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും വിദ്യാലയത്തിന് ചെയ്തു തരണമെന്ന് പറഞ്ഞൊരു ചെറിയൊരു അഭ്യർത്ഥന ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ പേരില് അവരെന്തെങ്കിലും നോക്കാൻ ടീച്ചറെ, ഞങ്ങള് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു പോയിട്ട് അവര് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങള് ഈ വിദ്യാലയത്തിന് വേണ്ടി ചെയ്തു തന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ റൂമുകളും ടൈലിടല് കഴിഞ്ഞു, വാതിലുകൾ വെച്ചു, ജനലുകൾ വെച്ചു. ജനലുണ്ടായിരുന്നു, ജനലിന് വാതിലുണ്ടായിരുന്നില്ല. വാതിലുകൾ വെച്ചു. പുറം ഭാഗമൊക്കെ ഞങ്ങള് വേനൽക്കാലത്ത് പെയിന്റൊക്കെ ചെയ്തിരുന്നു. ഉൾഭാഗം ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതിന് ശേഷം ഉൾഭാഗമൊക്കെ പെയിന്റ് ചെയ്തു തന്നു. അപ്പോഴേ ഭംഗിയാവുള്ളൂ എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അതിനൊക്കെ ശേഷം കുറച്ച് ചെയറുകൾ, ഇവിടെ മീറ്റിങ്ങിന് വരുമ്പോൾ ആളുകൾ വരുമ്പോൾ വയസ്സായവർക്കൊന്നും ബെഞ്ചിലിരിക്കാൻ ബുദ്ധിമുട്ടാണ് ടീച്ചറെ എന്ന് പറഞ്ഞ് കുറെ ചെയറുകൾ നമുക്ക് സമ്മാനിച്ചു. ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു തന്ന ആ ഒരു ബാച്ചിന്റെ അന്ന് വന്നവരുടെ പ്രയത്നമുണ്ട്. അതിൽ ഏറ്റവും അധികം അതിനുവേണ്ടി പ്രയത്നിച്ചത് രവികുമാർ ചേട്ടനാണ്. രവികുമാർ ചേട്ടന്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന മറ്റു പലരും ഇതിനുവേണ്ടി ഉത്സാഹിച്ചിട്ടുണ്ട്. അവരോട് ഒരുപാട് സന്തോഷം ഉണ്ട് ചെയ്തു കിട്ടിയതില്, ഒരുപാട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ അവര് ചോദിച്ചതനുസരിച്ച് അല്ലെങ്കിൽ പറഞ്ഞതനുസരിച്ച് സ്കൂളിന് വേണ്ടി ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടി മറ്റു പലരോടും ചോദിച്ചും പറഞ്ഞും ഫോൺ വിളിച്ചുമൊക്കെ പൈസ ശേഖരിച്ചിരുന്നു. ആ പൈസ ശേഖരിച്ചു കൊടുത്ത ഒരുപാട് നല്ലവരായ നാട്ടുകാർ ഇതിനിടയിലുണ്ട്. പേരൊന്നും മുഴുവനായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല, എങ്കിലും കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞു എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്നാലും ഈ നാട്ടിലുള്ള ഒരുവിധം ആളുകളുടെ കയ്യിൽ നിന്നും കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിനെ സഹകരിച്ച, കൈയഴിഞ്ഞ് സംഭാവന നൽകി സഹകരിച്ച എല്ലാ നാട്ടുകാരോടും ആ ഒരു ബാച്ചിലെ കുട്ടികളോടും പ്രത്യേകിച്ച് രവികുമാർ ചേട്ടനോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിച്ചു കൊടുക്കും. ഇനി ഈ യോഗം തുടർന്നു കൊണ്ടുപോകാനായി നമ്മുടെ വാർഡ് മെമ്പറായി ശ്രീമതി ശ്രുതി ശ്രീശങ്കറിനെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അധ്യക്ഷയെ ഈ യോഗം തുടർന്ന് കൊണ്ടുപോകാനായി ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി എല്ലാവർക്കും.